ഹലോ നമസ്കാരം. ഇന്നത്തെ എൻ്റെ ബ്ലോഗ് എന്ന് പറയുന്നത് ഞാൻ 5ാം ക്ലാസ് മുതൽ +2 വരെ പഠിച്ച സ്കൂളാണ്. റാന്നിയിലെ MS ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയും. ഇവിടെയാണ് ഞാൻ 5ാം ക്ലാസ് മുതൽ +2 വരെ എൻ്റെ വിദ്യാഭ്യാസ കാലം. അപ്പം ഇന്ന് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളുമായിട്ട് മുന്നോട്ട് പോകാം. MSHSS റാന്നി. ഇതാണ് സ്കൂളിൻ്റെ മെയിൻ എൻട്രൻസ്. ഞാൻ 5ാം ക്ലാസ് മുതൽ +2 വരെ ഇവിടെയാണ് പഠിച്ചത്. സ്കൂളിലേക്ക് കയറി വരികയാണ്. സ്കൂളിൻ്റെ ഒരുപാട് ഓർമ്മകൾ നമുക്ക് ഈ സ്കൂൾ തന്നിട്ടുണ്ട്. 5ാം ക്ലാസ് മുതൽ +2 വരെ പഠിച്ച സ്കൂളാണ്. അപ്പം നമ്മുടെ എല്ലാ പഴയ കാര്യങ്ങളെല്ലാം ഇപ്പോൾ സ്കൂളും ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നു. ഏകദേശം ഒരു 150 വർഷത്തോളം പഴക്കമുള്ള സ്കൂളാണ്. കുറേ മാറ്റങ്ങളൊക്കെ പഠിച്ച സമയത്തേക്കാളും വന്നിട്ടുണ്ട്. എന്നാലും ആ പഴമ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഒരുപാട് ഓടിച്ചാടി നടന്ന സ്ഥലം. അങ്ങനെ നമ്മൾ ഓഫീസിലോട്ട് കയറുകയാണ്. ഈ ഓഫീസ് റൂമിലാണ് 5ാം ക്ലാസ്സുകാരെ കൊണ്ട് ചേർക്കുന്നത്. ഞാൻ അച്ഛൻ്റെ കൈയും പിടിച്ചു വന്ന് 5ാം ക്ലാസ് എന്നെ ചേർത്ത് ഇവിടെയായിരുന്നു. പറഞ്ഞു വരുമ്പോൾ ഞാൻ ഇവിടുന്ന് തന്നെ തുടങ്ങേണ്ടി വരും. ഇതായിരുന്നു എൻ്റെ 5ാം ക്ലാസ്. 5ാം ക്ലാസ്സിൻ്റെ തുടക്കം ഇവിടെയായിരുന്നു. ഞാൻ 5C ആയിരുന്നു. A എന്ന് പറയുമ്പോൾ 5A ഡിവിഷൻസ് മൊത്തം ഇംഗ്ലീഷ് മീഡിയവും ബാക്കി അങ്ങോട്ട് ABCD വരെ ഉണ്ടായിരുന്നു. ABCD വരെ ഉള്ളത് മലയാളം മീഡിയമായിരുന്നു. ഒരുപാട് കുട്ടികൾ അന്നത്തെ സമയത്തൊക്കെ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. റാന്നിയുടെ എല്ലാ ഏരിയയിൽ നിന്നും ഈ ഭാഗത്തേക്ക് കുട്ടികൾ വന്ന് പഠിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു റാന്നിയിൽ MS ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുമ്പോൾ. പിന്നെ ഇവിടെ +2 അലൗഡായി. +2നും ഇപ്പോഴും നല്ല രീതിയിൽ റാന്നിയിലെ മികച്ച ഒരു സ്കൂളായിട്ട് തന്നെ പോകുന്നുണ്ട് മുന്നോട്ട്. ഇനി അറ്റം വരെ ഇതുവരെ 8 വരെയുള്ള ക്ലാസ്സുകളായിരുന്നു. 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകൾ ഇവിടെ ആയിരുന്നു അന്ന് സെറ്റ് ചെയ്തിരുന്നത്. അപ്പം ഞങ്ങൾ ആ സമയത്തൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ബിൽഡിംഗ് ഒന്നും ആയിട്ടില്ല. പഴയ ബിൽഡിംഗ് ആയിരുന്നു, സ്ക്രീനൊക്കെ വെച്ചിട്ടുള്ള വലിയൊരു ഒറ്റ കെട്ടിടം. അന്നും ഇതുപോലെ ഈ L മോഡലിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഈ ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ അന്നത്തെ കാലത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ ശേഷം പണിതാണ് ഈ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളുമൊക്കെ. ഒരുപാട് കണ്ടംപേരൂര്, മന്ദിരം, വടശ്ശേരിക്കര ആ ഭാഗത്തുനിന്നെല്ലാം കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ കൂടെ പഠിച്ചൊരു കണ്ടംപേരൂര്, നെല്ലിക്കവൻ, കണ്ടംപേരൂർ ആ ഭാഗത്തു നിന്നൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പം +1 +2 ക്ലാസ്സുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ +1 +2 ഇതായിരുന്നു എൻ്റെ +1 ക്ലാസ്. +2 മേളിലായിരുന്നു. എന്നാൽ മുകളിലത്തെ ബിൽഡിംഗ് ഒന്നും ആയിട്ടില്ല. ഇതായിരുന്നു എൻ്റെ +1 ക്ലാസ് റൂം. ഇവിടെ ഒന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല, അതുപോലൊക്കെ തന്നെ. +1 ഇത് 5, 6, 7 അങ്ങനെ. ഇവിടെയും ആദ്യമൊക്കെ ഞാൻ വരുമ്പോൾ സ്കൂളിൽ വരുന്ന സമയത്ത് 5ലും 6ലും ഒക്കെ മുതിർന്ന ആളുകൾ 8, 9 ഒക്കെ ക്ലാസ് റൂമായിരുന്നു. പിന്നെ അത് മാറ്റിയതിന് ശേഷം ഇവിടെ ബിൽഡിംഗ് പണിത് +1 +2 അങ്ങനെ പോയി. ആ പഴയ ബിൽഡിംഗ് എന്ന് പറയാൻ ഇപ്പം ആ ഒരു കെട്ടിടങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അതുപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സുവോളജിയുടെയും ഇത് കെമിസ്ട്രിയുടെയും ലാബായിരുന്നു പണ്ട്. ഇത് +1 ക്ലാസ് റൂമാണ്. ഇവിടെ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അന്ന് ബോർഡൊക്കെ ഈ സൈഡിലായിരുന്നു.
ഇതിനകത്ത് വേറെ മാറ്റങ്ങളൊന്നും ബോർഡ് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഇവിടെ ആയിരുന്നു ആദ്യത്തെ സമയത്ത് സ്കൂളിലെ ഓഫീസ് റൂമും ഒക്കെ ഉണ്ടായിരുന്നു. ടീച്ചേഴ്സ് റൂമും ഓഫീസ് അവിടെ, ടീച്ചേഴ്സ് റൂമൊക്കെ ഇവിടെ ആയിരുന്നു, സ്റ്റാഫ് റൂമൊക്കെ. ഇപ്പോഴും സ്റ്റാഫ് റൂം ഇവിടെ തന്നെയാണ്. പിന്നെ ഇവിടെ ആയിരുന്നു സ്കൂളിലെ മൊത്തത്തിലുള്ള ബെല്ല് കൊണ്ടിട്ട് അടിക്കുന്നത്. സാറേ ആയിരുന്നു. ഇപ്പോൾ സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. സാറിൻ്റെ വാക്കുകളിലേക്ക് വളരെ സന്തോഷം. ഞങ്ങൾ പഠിപ്പിച്ച സ്റ്റുഡൻ്റായ അനിൽ ഇവിടെ എത്താനുണ്ടായതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ട്രാവൽ വിത്ത് മീ എന്ന ചാനലുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂളിനെ കുറിച്ച് എടുക്കുവാനും ഒക്കെ വന്നതിലുള്ള സന്തോഷം. എല്ലാം ഞാൻ കെമിസ്ട്രി പഠിപ്പിച്ച അധ്യാപകനാണ്. ഇപ്പോൾ കെമിസ്ട്രി കൂടാതെ ഇവിടെ ഈ വർഷം മുതൽ പ്രിൻസിപ്പളിൻ്റെ ചുമതലയുണ്ട്. എങ്ങനെ ഒരു പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ഈ സ്കൂളിലേക്ക് വരുന്നത് 200 വർഷത്തിൽ മുകളിൽ പഴക്കമുള്ള ഈ സ്കൂളിന് വളരെ അഭിമാനമാണ്. വളരെ സന്തോഷമുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ഇപ്പോൾ പഴയ വിദ്യാർത്ഥികളൊക്കെ മിക്കവാറൊക്കെ വരുന്നുണ്ട്. സന്തോഷം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സ്കൂളുകളിലേക്ക് ഇവിടെ വന്ന വിദ്യാർത്ഥികളൊക്കെ പഠിച്ചു പോയ വിദ്യാർത്ഥികളൊക്കെ കടന്നു വരികയും ആ സ്മരണകൾ, വിദ്യാർത്ഥികളുടെ സ്മരണകൾ എപ്പോഴും ഒരു സ്കൂളാണല്ലോ നമ്മുടെ അടിത്തറ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ സ്മരണകൾ എന്നും ഉണ്ടാകണമെന്നും എല്ലാ സന്തോഷവും ഈ അവസരത്തിൽ പങ്കുവയ്ക്കുന്നു. താങ്ക് യു. സ്കൂളിലെ കാര്യങ്ങൾ ഓർക്കുകയാണെങ്കിൽ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിച്ചായിരുന്നു. ഇവിടെ അന്നത്തെ കാലത്ത് മെയിനായിട്ട് ഫുട്ബോളും ക്രിക്കറ്റും ഉള്ളായിരുന്നു. അന്ന് നമ്മുടെ ഡ്രിൽ പീരീഡിലാണെങ്കിൽ രണ്ട് ക്ലാസ്സുകൾ കാണും. അപ്പോൾ ആ 2 ക്ലാസ്സുകൾ തമ്മിലുള്ള ഫുട്ബോളും മത്സരങ്ങളും ഒക്കെ ആയിരുന്നു ഇവിടെ മെയിനായിട്ട്. ഞങ്ങൾ കൊച്ചു സ്കൂളിൽ വന്നപ്പോൾ 5, 6, 7, 8 ഒക്കെ ആ സമയത്തൊക്കെ. പിന്നെ അതിനുശേഷം ക്രിക്കറ്റ് ആണെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ ഇവിടെ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ടായിരുന്നു. കാരണം ആൾ തിരിഞ്ഞ് ക്ലാസ്സിൽ തന്നെ ഉള്ളവർ തമ്മിലാണെങ്കിലും കളിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഇത്രയും വലിയ ഗ്രൗണ്ടല്ലേ, അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ കൂട്ടുകാരുടെ ഒന്നും പേര് മെൻഷൻ ചെയ്തിട്ടില്ല. കാരണം 5ാം ക്ലാസ് മുതൽ +2 വരെ ഇവിടെ പഠിച്ചത്. അപ്പോൾ ഓരോരുത്തരുടേതായിട്ടുള്ള പേര് പറയുമ്പം ചിലപ്പോൾ ഒരാളെ വിട്ടുപോയി കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകണ്ടെന്ന് വെച്ചാൽ ഞാൻ ആരുടെ പേരെടുത്ത് പറയാത്തത്. അറിയാമല്ലോ, 5 തൊട്ട് +2 വരെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞിട്ട് മറ്റൊരാൾക്ക് വിഷമം ആവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ആരുടെയും പേര് പറയാത്തത്. എല്ലാവരും തന്നെ എൻ്റെ മനസ്സിലുണ്ട്, ആരും ഒരു വിഷമം വിചാരിക്കല്ലേ. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കയറി എല്ലാം കണ്ട എക്സൈറ്റ്മെൻറ്റ് കാരണം എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല, ഒന്നും ഓർമ്മയും കിട്ടുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. എൻ്റെ ഫാദർ ഇവിടെ സ്കൂൾ പഠിച്ച ആളാണ്. എൻ്റെ ഫാദർ ഈ സ്കൂളിലായിരുന്നു പഠിച്ചത് 10ാം ക്ലാസ് വരെ. ഫാദറിന് എന്നെക്കാളും എൻ്റെ അനിയനേക്കാളും മാർക്കോടുകൂടി ഇവിടുന്ന് പാസ്സായിട്ടുണ്ട്. അപ്പോൾ അത് പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എൻ്റെ ഫാദർ പഠിച്ച സ്കൂളാണ്, ഞാനും ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ മോനും ഇവിടെ പഠിക്കണം, മോനും ഒക്കെ ഇവിടെ പഠിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എൻ്റെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.